ജിതിനേട്ടൻ പറഞ്ഞു വെച്ചത് പിന്നെ കോപ്പ അമേരിക്ക ഫൈനൽ നോക്കുമ്പോൾ അർജന്റീന വാസസ് ഉറുഗ്വ ആയിരിക്കും ഫൈനൽ എന്നാണ്. അപ്പോ ബ്രസീലിന് നടന്നിട്ടുള്ള മാച്ചുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രസീലിനെ ഫൈനലിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ എങ്ങനെയാണ് അതൊന്ന് വിലയിരുത്തുന്നത്? പിന്നെ അതേപോലെ തന്നെ നെയ്മറിന്റെ അസാന്നിധ്യവും ബ്രസീലിന്റെ നിലവിലെ പ്രകടനവും. ആദ്യമേ കോപ്പ അമേരിക്കനെ കുറിച്ച് പറയാം. നിലവിലെ സാഹചര്യത്തിൽ ഈ കോപ്പ അമേരിക്ക ജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീം എന്ന് പറയുന്നത് അർജന്റീന തന്നെയാണ്. അതിന്റെ കാരണം അവർ ഫേവറിറ്റുകളാണ്. പിന്നെ രണ്ടാമത് ചാൻസ് ഉള്ള ടീം എന്ന് പറയുന്നത് ഉറുഗ്വ തന്നെയാണ്. നേരത്തെ ജിതിൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ടൂർണമെന്റിന് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് അർജന്റീന ഉറുഗ്വ ഫൈനൽ വരാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ എഴുതി തള്ളാൻ കഴിയാത്ത മറ്റൊരു ടീം എന്ന് പറയുന്നത് കൊളംബിയയാണ്. ഈ കോപ്പ അമേരിക്ക എന്തുകൊണ്ടും വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള 3 ടീമുകളാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിൽ ബ്രസീൽ പെടുന്നില്ല എന്നൊരു ചോദ്യം വരുമ്പോ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ 3 ടീമുകളെയും ഡൊമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൊമിനേറ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് സാധാരണ ഒരു ജയമല്ല കേട്ടോ. ജയിക്കുമ്പോ നല്ല രീതിയിൽ ജയിക്കുക എന്ന് പറയുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടേറിയ കാര്യം. കാരണം 2018 വേൾഡ് കപ്പിന്റെ ആ ഒരു പുറത്താകലിന് ശേഷം ടീം ഇപ്പോ നിലവിൽ ഒരു റീബിൽഡിന്റെ സ്റ്റേജിലാണ്. 2019 കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ ബ്രസീലിനോട് അർജന്റീന പരാജയപ്പെട്ടതിന് ശേഷം അർജന്റീന ടീം റീബിൽഡ് ചെയ്ത് വന്നത് എങ്ങനെയാണോ 2022 വേൾഡ് കപ്പിലേക്കും 2021 കോപ്പയിലേക്കും റീബിൽഡ് ചെയ്ത് വന്നത് എങ്ങനെയാണോ ആ ഒരു സ്റ്റേജിലാണ്, അതായത് റീബിൽഡിന്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോ ബ്രസീലിന്റെ ആ ടീം. പിന്നെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ടീം ഇപ്പോ നോക്കൌട്ട് സ്റ്റേജിൽ കടന്നിട്ടുണ്ട്. മാക്സിമം പോയാൽ ഒരു സെമി ഫൈനൽ വരെയൊക്കെ കളിക്കുള്ളൂ എന്നാണ് എന്റെ ഒരു തോന്നല്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ടൂർണമെന്റിൽ കളിക്കുന്ന പല താരങ്ങളും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല താരങ്ങളും അവരുടെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ടൂർണമെന്റ് ആണ്, ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണത്. അപ്പോ ആ താരങ്ങൾ തമ്മിലൊരു കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആ നല്ല രീതിയിൽ ഉണ്ടാവുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ ഡിഫൻസീവ് മേഖല എടുത്തു നോക്കിയാലും മിഡ് കൃത്യമായിട്ട് ഒരു കോർഡിനേഷൻ വരുന്നില്ല. കോർഡിനേഷൻ വരാത്തത്തോളം ആസ് എ ടീം അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ബ്രസീലിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് ബ്രസീലിന് ഒരുപാട് ഇതിഹാസ താരങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലവിലെ കുറച്ച് വർഷങ്ങൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ആകെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നെയ്മർ മാത്രമേ ഉള്ളൂ. നെയ്മറിന്റെ ആ ഒരു കളിയുടെ അത്രയ്ക്കും ഉയരാനോ അതിന്റെ അടുത്തേക്ക് എത്താനോ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ബ്രസീലിന്റെ ഒരു പ്ലെയർ ഇല്ല. അപ്പോ ഏറ്റവും കൂടുതൽ ഈ കോപ്പ അമേരിക്ക വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ടീമുകൾ എന്ന് പറയുന്നത് അർജന്റീന, ഉറുഗ്വേ, കൊളംബിയ തന്നെയാണ്. പിന്നെ ബ്രസീൽ പിന്നെ പലപ്പോഴും മിറാക്കിൾ ആയിട്ട് നടത്തി കാണിച്ചു തന്നിട്ടുള്ള ഒരു ടീമാണ്. അത് പറയാൻ കാരണം ഇതിക്ക് മുൻപ് 2004 കോപ്പ അമേരിക്ക ഫൈനല്, 2007 കോപ്പ അമേരിക്ക ഫൈനല്, ഇത് രണ്ടും ഒരിക്കലും വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം അല്ലായിരുന്നു ബ്രസീൽ. അപ്പോ എന്താ പറയാ, ഒരുപക്ഷെ അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചുകൂടായെന്നില്ല. എന്നാലും നിലവിലെ സാഹചര്യം പറയുവാണെങ്കിൽ അത് ഫേവറേറ്റുകളായിട്ട് തന്നെ അർജന്റീനയും ഉറുഗ്വേനെ തന്നെയാണ് പറയേണ്ടത്.